ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. പത്രോസിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം: അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പി. ദൈവത്തിന് ഒരു സമയമുണ്ട് നമ്മെ ഉയർത്തുവാൻ. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കണം. അപ്പൊ നമ്മളെ ഉയർത്തുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവകരമാണ് നമ്മെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യവും ദൈവം പറഞ്ഞു തരുന്നു. എന്താണ്? ആ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഉയർത്തുന്നത് ദൈവത്തിന്റെ കരമാണ്. ദൈവകരമാണ് നമ്മെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യവും ദൈവം പറഞ്ഞു തരുന്നു. എന്താണ്? ആ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കുക എന്നുള്ളതാണ്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല, ആകുലപ്പെടേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല. അവൻ കരുതുന്ന ദൈവമാണ്. അവൻ കരുതുക മാത്രമല്ല, ഉയർത്തുന്ന ദൈവവും കൂടെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്ന്, താണിരിക്കുക. നമ്മുടെ സകല ചിന്തകൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അവൻ വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു. ആമേൻ.